പേര് സെലീന. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ 2021 നവംബർ 21 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എനിക്ക് ആദ്യം ഉടമ്പടി വെച്ചിട്ട് എനിക്ക് 6 നിയോഗങ്ങൾ വെച്ചതിൽ ഒന്നും തന്നെ എനിക്ക് സാധിച്ചു കിട്ടിയില്ല. പിന്നീട് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും എന്തുകൊണ്ടാണ് എൻ്റെ നിയോഗങ്ങളൊന്നും സാധിക്കാതെ വന്നതിൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലായി. ഞാൻ അതനുസരിച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തി. അതിനുശേഷം രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള ഒരു വഴി പ്രശ്നമാണ്. 34 വർഷമായിട്ട് ഞങ്ങൾ അതേപ്പറ്റി വളരെ സങ്കടത്തിലായിരുന്നു. അത് അവസാനം കേസിൽ വരെ എത്തി. അത് ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഞങ്ങളുമായിട്ടൊരു കടയും കൂടി ഉണ്ടായിരുന്നു. ഈ 2 കേസും കൂടെ അവിടെ 2ലും വഴിത്തർക്കമായിരുന്നു. ഒരു തരത്തിലും ഈ കേസ് തീരുന്ന പ്രശ്നമില്ല. അവസാനം വക്കീൽ വരെ മടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തു തരണം, സമാധാനമായിട്ട് ഞങ്ങൾക്ക് കഴിയാനൊരവസ്ഥ തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിന് പകരം സ്ഥലം വിട്ടുകൊടുക്കുകയും അങ്ങനെ ചേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ കേസ് തീർന്നു കിട്ടി. രണ്ടാമതായിട്ട് എൻ്റെ മകന് 6 വർഷമായിട്ട് അവന് ഗ്യാസിൻ്റെ അസുഖം. ബാങ്കിൽ ജോലി ചെയ്യുവാണ്. അവന് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം. അവസാനം ബാങ്കിൽ പോകാൻ തന്നെ മടിയായി. ഞാൻ പോകുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ ജോലി തന്നെ ഞാൻ നഷ്ടപ്പെടുത്താൻ പോവുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ കൃപാസനത്തിൽ തൈലം തേച്ച് നീ പ്രാർത്ഥിക്കുക. എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. കാരണം അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം മാറി മാറി നോക്കി. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരുന്നതല്ലാതെ കുറവുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഈ ഉടമ്പടി തൈലം കണ്ണുനീരോടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ വയറിൽ തന്നെ കുരിശടയാളം ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ വയറിലെ പ്രശ്നം മാറി. ഇപ്പോൾ അവൻ ബാങ്കിൽ ചോറും കൊണ്ടുപോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആ അസുഖവും മാറി. വീണ്ടും അവന് ഡിസംബർ 25 അവൻ്റെ ജന്മദിനം. അന്ന് രാത്രിയിൽ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് പടക്കം പൊട്ടീര്, പൂത്തിരി കത്തീര്, ഇങ്ങനെയെല്ലാം ആഘോഷമാണ് എല്ലാ വർഷവും. അവൻ്റെ ബർത്ത്ഡേ അന്നാണല്ലോ. എല്ലാം കത്തിച്ച് അവസാനം ഈ ചക്രം കത്തിച്ചുകൊണ്ടിരുന്നു. 10 എണ്ണം മറ്റേ ഉണ്ടായിരുന്നു. അതിലെല്ലാം കത്തിച്ചു. അവസാനത്തേത് കത്തിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കത്തിച്ചത് മാത്രം ഓർമ്മയുണ്ട്. വലിയൊരു ഒച്ച കേട്ടു, അത് പൊട്ടിത്തെറിച്ച്. ഞങ്ങൾ നോക്കുമ്പോൾ കൈ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിപ്പുണ്ട്, വെളുത്ത്. ദൈവമേ, ഈ കൈ മുഴുവൻ പൊള്ളിപ്പോയല്ലോ, ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് വേഗം കയ്യിൽ പരട്ടി. ഈ കൈക്ക് ചെറിയൊരു വേദനയുണ്ട്, മരച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പം, ഒരു പാടോ ഒരു നീരോ ഒന്നും വെച്ചില്ല. ആ കൈ കൊണ്ട് തന്നെ അവന് അന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. വളരെ അത്ഭുതകരമായിട്ട് ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് എൻ്റെ കൊച്ചിൻ്റെ കൈ ഒരു കുഴപ്പവും കൂടാണ്ട് തിരിച്ചു തന്നു. മൂന്നാമത്തെ നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ മോള് BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവൾ 3 വർഷവും ഒരു കുഴപ്പവും കൂടാതെ ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു. 4ാമത്തെ പരീക്ഷ, അവസാനത്തെ വർഷത്തെ പരീക്ഷയ്ക്ക് ആദ്യത്തെ പേപ്പർ പരീക്ഷ എഴുതാൻ പോവുക. എല്ലാ ആൻസറും അറിയാൻ നോക്കിയപ്പോൾ അതിൽ സന്തോഷത്തിൽ അങ്ങോട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ സമയം നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സമയം നോക്കുന്നത്. സമയം നോക്കിയപ്പോൾ ഏതാണ്ട് പകുതി സമയം കഴിഞ്ഞു. ആകെ വെപ്രാളായി. ഇനി എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. എഴുതി വെപ്രാളത്തിൽ ഈ ക്രമ നമ്പർ തെറ്റിപ്പോയി. ക്രമ നമ്പർ തെറ്റിയാൽ പിന്നെ അവർ നോക്കത്തില്ല, അത് വെട്ടിക്കളയത്തുള്ളൂ എന്ന് പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞു. ഹാളിൽ നിന്ന് പുറത്തിറങ്ങി കരഞ്ഞു. പക്ഷേ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇത്രയും വർഷം അവളൊന്നും പറഞ്ഞില്ല. 2 എഴുതാത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞു, ഭയങ്കര സങ്കടം. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് തന്നെ ആ നമ്പർ തിരുത്തി, മാതാവ് തന്നെ അത് ശരിപ്പെടുത്തി തരണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല, എൻ്റെ കൊച്ചു തോറ്റു പോകില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് കിട്ടിയ പേപ്പർ ഒന്നും നോക്കിയില്ല. എല്ലാ അറിയാത്ത വീടുകളിൽ കൂടെ എല്ലാം ഈ പേപ്പറും പിടിച്ച് ഞാൻ വേറെ ഒന്നും എടുത്തില്ല. ഈ പേപ്പർ കെട്ടുകണക്കിന് കൈ പിടിച്ച് ഞാൻ എല്ലാ വീട്ടിൽ കൂടെയും പ്രാർത്ഥിച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൊച്ചിന് അത്ഭുതകരമായിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു. തന്നെയല്ല, ഒരു പേപ്പറിന് യൂണിവേഴ്സിറ്റി റാങ്കും കിട്ടിയിട്ടുണ്ട്. മാതാവിന് 1000 നന്ദി. അതുകൂടാതെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോന് അവന് അച്ഛൻ പട്ടം സ്വീകരിക്കുക. പുള്ളിക്കാരിക്ക് എപ്പോഴും ചുമയാണ്. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു,
സെലിൻ, എനിക്ക് ഈ ചുമ കാരണം അന്നത്തെ പരിപാടിക്ക് ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നം, അച്ഛന്മാരെല്ലാം വന്ന് നിൽക്കുമല്ലേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ തേന് ഞാൻ തരാം, നീ അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ ആ ചുമ അവളെ വിട്ടുമാറി ഒരു കുഴപ്പവും കൂടാണ്ട് ഇപ്പം നടക്കുന്നു. എനിക്ക് ഇതുവഴിയായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് നല്ല ദേഷ്യമുള്ള ആളാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. എൻ്റെ മദറിൻലോ ഒരു 4 വർഷമായിട്ട് കിടപ്പാണ്, ഒന്ന് വീണ്, 98 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി 7 വർഷമായിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം നോക്കണത്. രാവിലെ ഏറ്റു വരുമ്പോൾ തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 1/2 മണിക്കൂറത്തെ ബൈബിൾ വായിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാതാവിനോട് പറയും, മാതാവേ നമുക്ക് അടുക്കളയിലേക്ക് പോകാം, എനിക്ക് ഒത്തിരി പണിയുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ. ഞാനൊരു 7:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും തരും. 8 മണിയാകുമ്പോഴത്തേക്ക് അമ്മയുടെ ക്ലീനിങ്ങും എല്ലാം കഴിയും. അത് എൻ്റെ കൂടെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു ക്ഷീണോ ഒരു തളർച്ചയോ ഒന്നും ഉണ്ടാവാറില്ല ഈ കാര്യങ്ങളെല്ലാം. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കാര്യം 2-3 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും വരുമാനം എന്ന് പറയുന്നത് ഒരു കടയുടെ 6000 രൂപ മാസ വരുമാനമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് കടം വാങ്ങേണ്ടതല്ല, എനിക്ക് കടം കൊടുക്കാനുള്ളൊരവസരം എൻ്റെ മാതാവ് എനിക്ക് തരുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ദശാംശം ഞങ്ങൾ എല്ലാ മാസവും അർഹതപ്പെട്ട ഭക്ഷണത്തിന് വിഷമിക്കുന്ന ആരെങ്കിലും കണ്ടെത്തിയിട്ട് ഞങ്ങൾ ആ പൈസ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റയ്ക്ക് അല്ല, പരിശുദ്ധ അമ്മയെയും വിളിച്ചുകൊണ്ടാണ് തൻ്റെ ദിനചര്യകൾ അടുക്കളയിലേക്ക് പോകുന്നത്. നമുക്ക് 2 പേർക്കും കൂടി ജോലി തുടങ്ങാം, എനിക്കൊരു ക്ഷീണവുമില്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പണികളെല്ലാം ഞാൻ വളരെ ചുറുചുറുക്കോടെ എത്രയും പെട്ടെന്ന് തീർക്കുന്നു. അതിൻ്റെ കൂടെ രോഗിയായ വൃദ്ധയായ തൻ്റെ അമ്മയെയും ഈ മകൾ പരിചരിക്കുന്നു. ഇതിനൊക്കെയുള്ള ശക്തി തനിക്ക് കിട്ടുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടിയിൽ താൻ അമ്മയെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത് കൊണ്ട്, പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടുപിടിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പറഞ്ഞു നിർത്തുന്നത്. തനിക്കുണ്ടായിരുന്ന പല തടസ്സങ്ങളും 34 വർഷമായിട്ട് വഴിക്കുള്ള തടസ്സം, അതുപോലെ തന്നെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു, ആ കടയ്ക്കും ഒക്കെ കേസായിരുന്നു. അതിൽ നിന്ന് യാതൊരു രീതിയിലും മുൻപോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥ, തങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം വരുന്നത്? ആരും ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാനില്ലാത്ത അവസരത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വേണ്ടി അമ്മ സംസാരിക്കുന്നു, അമ്മ എങ്ങനെയാണ് ജീവിതത്തിലെ നമ്മുടെ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് ഈശോയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്, എങ്ങനെ തടസ്സങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അതുപോലെ മകളുടെ എക്സാം, അത് അമിതമായ ആത്മവിശ്വാസം, എല്ലാ ആൻസേഴ്സും തനിക്ക് അറിയാം. അപ്പോൾ ആ പഠിച്ചതൊക്കെ വന്നല്ലോ എന്നുള്ള സന്തോഷം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പരീക്ഷ എഴുതുന്ന കുട്ടികളെ കാണുമ്പോൾ പറയാറുണ്ട്, അവരുടെ ബുദ്ധിയെയും ഓർമ്മയെയും എല്ലാം അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥതയിൽ അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ മകൾക്ക് തൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അമിതമായി സന്തോഷം തോന്നി, തനിക്കെല്ലാം പഠിച്ചത് തന്നെ വന്നുവല്ലോ എന്ന്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം കൈമോശം വരികയാണ്. താൻ എന്തെഴുതിയെന്നോ, ഇനി എഴുതാനുള്ള കാര്യങ്ങൾ ഇനിയും തനിക്ക് എഴുതാൻ ബാക്കി ആൻസേഴ്സ് കിടക്കുകയാണ്, ക്വസ്റ്റ്യൻസ്, ഇനി എന്ത് ചെയ്യും, സമയമാണെങ്കിൽ അതിക്രമിച്ചു. അങ്ങനെയുള്ളപ്പോൾ പിന്നീട് ഈ മകൾ ചെയ്തത് എന്താണ്? തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കൃപാസന പത്രം, അത് പിന്നീട് യാതൊരു മറ്റൊന്നും ചിന്തിക്കാതെ കൃപാസന പത്രവുമായിട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്നു. ആ കൃപാസന പത്രം വീടുകൾ കയറി ഇറങ്ങി കൊണ്ടു നടന്ന് കൊടുക്കുകയാണ്, അമ്മയെക്കുറിച്ച് പറയുകയാണ്. മകൾക്ക് മറ്റ് വർഷങ്ങളിൽ എന്നതുപോലെ വീണ്ടും ഇവിടെയും ആ മകൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുന്നു. അതിലുപരി ഒരു സബ്ജക്റ്റിന് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് തന്നെ ലഭിക്കുകയാണ്.
ഇതൊക്കെയാണ് നാം അനുഭവ സാക്ഷ്യങ്ങളൂടെ കേൾക്കുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്കും അമ്മയ്ക്കും ഇടപെടുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാക്കി കൊടുക്കണം. നാം അല്ല ചെയ്യേണ്ടത്. നമുക്ക് അമ്മയെ കൂട്ടുപിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തരും സത്യസന്ധരുമായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം തരുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞ് കരങ്ങൾ